ട്രിപ്പിന് പോവുകയാണ്. എവിടെയെന്ന് ചോദിച്ചാൽ ലണ്ടൻ ബ്രിഡ്ജിലാണ്, ഗ്ലാസ് ബ്രിഡ്ജിലാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മൾ ഇതാക്കാം. അപ്പം ഞങ്ങളിപ്പോൾ പോകാനായിട്ട് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് വിത്ത് ബ്രൗൺ പാൻസ് ആണ്. കിങ്ങിണിയുടെ വേണ്ട ബ്ലാക്കും വൈറ്റും ആണ്. ഇനി ലാലുവിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്കും ഒരു ബ്ലൂ പാൻറ്റുമാണ്. ഇപ്പം എവിടെ നിന്ന് വന്നിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം ഇസ്റ്റാമിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകും. ഞങ്ങൾക്ക് അങ്ങനെ ബസ്സൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ബസ്സൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ബസ്സിലിരിപ്പുണ്ട്. അങ്ങനെ ഈസ്റ്റാം എത്തി. ഇതാണ് ഈസ്റ്റാം കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ എവിടേക്കോ സാമ്യത പോലെ തോന്നും. കാര്യം നിറച്ചും കടകളും ഒരുപാട് ആൾക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ബസ് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഒരു കേക്കിൻ്റെ ഷോപ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ കിങ്ങിണിക്ക് അവിടെ നിന്ന് കേക്ക് മേടിക്കണം എന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പം നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ സിംഗിൾ പീസും ഹോൾ കേക്കും ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കിങ്ങിണി ലാസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസ് കേക്കാണ് പറഞ്ഞത്. ഹായ് ഗായ്സ്, നമ്മളിതാ ഈസ്റ്റാമിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ലണ്ടനിൽ വന്നിട്ട് ഞാൻ അമ്പലം കാണുന്നത്. ഞാനെന്നല്ല, ഞങ്ങൾ 3 പേരും. ഇത് അമ്പലമാണ്. കിങ്ങിണി കയറരുത്. ഇതാ അമ്പലം. ഇത് അമ്പലമാണ് കേട്ടോ. നമ്മൾ ലണ്ടനിൽ വന്നിരിക്കുകയാണ്. ലണ്ടനിലെ അമ്പലത്തിൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. നമുക്കത് മെയിൻ പ്രതിഷ്ഠ എടുക്കാൻ പറ്റത്തില്ല, അത് അലോഡില്ല. അതിനെയും കിങ്ങിനെയും തരുന്ന അമ്പലത്തിൽ ഒഴിവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈസ്റ്റേണിലെ അമ്പലം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലം കാണുന്നതും നമ്മൾ അമ്പലത്തിൽ കയറിയത്. അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി. അങ്ങനെ ഇനി എവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനി എവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. അതെ, നാട്ടിൽ അതേ സെയിം അമ്പലത്തിൽ നിന്നപ്പോൾ ഒരു എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ ഈസ്റ്റാമിലെ അമ്പലം. മഹാലക്ഷ്മി ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങളിപ്പം അങ്ങനെ ഇതിനകത്തോട്ടൊക്കെ പോയിട്ട് വന്നു. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. പോകുന്ന വഴിക്കാണ് ഈ പറഞ്ഞ പോലെ ബേക്കറി ഉണ്ട്, ഇതാണ്ട് പ്രതിമയുണ്ട്. ശരിക്കും നമ്മളെ നാട്ടിലത്തെ നമ്മൾ ചാലിക്കകത്തൊക്കെ പോയ പോലത്തെ ഒരു ഇത്. ഇങ്ങനെയൊക്കെ ടോയ് മേടിക്കാൻ വേണ്ടി ഒരു കടയ്ക്കകത്ത് കയറിയതാണേ. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ടോയ് മേടിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയപ്പോൾ ഞാൻ തൻ്റെ ഒരു സാധനം കണ്ടു. എവിടെ വന്ന് ഇത് കണ്ടപ്പോൾ എന്നിൽ നർത്തകിയാണെന്ന് ഗൈസ്. കണ്ടോ, നല്ല രസമല്ലേ. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് ശരവണ ഭവനിലോട്ടാണേ. അവിടെ നിന്ന് ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും രുചിയും ഒക്കെ ആയിരുന്നു. അതിനകത്തെ മസാലയൊക്കെ എന്തൊരു സോഫ്റ്റ് ആയിരുന്നെന്നറിയാമോ. കിങ്ങിനെയാണെങ്കിൽ ഒരു നെയ് റോസ്റ്റും ലാലും ഒരു പൂരി സെറ്റുമാണ് ഓർഡർ ചെയ്തത്. 3ഉം അടിപൊളിയായിരുന്നു. നമ്മൾ നാട്ടിലത്തെ അതേ ഫീലും അതേ രുചിയൊക്കെയാണ്. ഇത്രയും നാളിവിടെ ചിക്കനൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊരു വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ചിക്കനും ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നിപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജിലോട്ടാണ്. അപ്പം അതിലത്തേക്ക് ട്യൂബ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റാമിലെ ട്യൂബ് സ്റ്റേഷൻ എത്തി കേട്ടോ. ഓരോ 5 മിനിറ്റ് കൂടുന്തോറും ഇവിടെ നിന്ന് ട്യൂബുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യണം. അപ്പം ദൂരത്തിനനുസരിച്ചിട്ടാണ് ഇവർ ചാർജ് ചെയ്യുന്നതെന്നാണ് പറയാറ്.
അങ്ങനെ ഞങ്ങളുടെ ട്യൂബൊക്കെ വന്നു. ഞങ്ങൾ ട്യൂബിനകത്ത് കയറി. യൂഷ്വലി മോർണിംഗ് ടൈമും ഈവനിങ് വന്നിട്ട് ഈ ഓഫീസ് ടൈം ആ സമയങ്ങളിലൊക്കെയാണ് ഭയങ്കര റഷായിട്ട് ഉള്ളത്. നമുക്കിരിക്കാനും സീറ്റോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇന്നിപ്പോൾ രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10-10:30 മണി ആ സമയമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടവർ ഹില്ലിൽ ഇറങ്ങി. അപ്പം നമുക്ക് മാപ്പിൽ തന്നെ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏത് സ്റ്റേഷനാണെന്നുള്ളത്. ലൈവ് ലൊക്കേഷൻ വന്നിട്ട് നമുക്കിതിൽ കാണിച്ചു തരും. അപ്പം എവിടെ സ്റ്റേഷനിലും ഇച്ചിരി തിരക്കൊക്കെ കുറവായിരുന്നു. ടവർ ഹില്ലിൽ ഇറങ്ങിയിട്ടാണ് നമ്മളിനി ടവർ ബ്രിഡ്ജിലോട്ടും നമ്മൾ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രൂയിസിലോട്ടും ഒക്കെ പോകാനായിട്ട്. എന്നിട്ട് എവിടെ ഒരു ഇത് നോക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ നേരെ ക്രൂയിസ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ എവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ടവർ ഹില്ലും ടവർ ബ്രിഡ്ജും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ പോകുന്നിടത്തൂടെ നോക്കുമ്പം ഞങ്ങൾ പോയ സമയത്ത് ഇതൊരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ ക്രൂയിസിൽ കയറി. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. അവിടെ ഫുള്ള് ലൈവ് കമൻട്രി ഉണ്ടായിരുന്നേ. ഏതൊക്കെയാണ് കാഴ്ചകളെന്ന് അവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുമായിരുന്നു. ഇതാണ് ലണ്ടൻ ഐ എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഏതാണെന്നറിയോ? ഇതാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ പണി കഴിപ്പിച്ച, അതും സ്ത്രീകൾ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ ചെലവിൽ പണി കഴിപ്പിച്ച ഒരേ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്നിട്ട് ഞങ്ങൾ 1 വേ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ്മിനിസ്റ്ററിൽ ഇറങ്ങി. അവിടെ നിന്ന് നേരെ അടുത്ത ട്യൂബ് പിടിച്ച് ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് വന്നു കേട്ടോ. ഇനി ലണ്ടൻ ബ്രിഡ്ജിലോട്ടാണ് ഞങ്ങളുടെ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് കയറുമ്പം തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 430 മീറ്ററും ഹൈറ്റ് വന്നിട്ട് 63 മീറ്ററും അങ്ങനെയൊക്കെ ഓരോ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുന്ന പുറത്തോട്ട്. ലണ്ടൻ കോർപ്പറേഷൻ ഒരു ബ്രിഡ്ജ് പണിയണമെന്ന് തീരുമാനിച്ചപ്പോൾ 3 ക്രൈറ്റീരിയാസാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫുഡ് പാസേജ് ഉണ്ടായിരിക്കണം, രണ്ടാമത് ഷിപ്പിന് പാസ് ചെയ്യാനായിട്ട് പറ്റണം, പിന്നെ ഒരു വെഹിക്കിൾ ബ്രിഡ്ജും ആയിരിക്കണം. ഏകദേശം 50-ൽ കൂടുതൽ ഡിസൈൻസ് ഓരോരുത്തരും കൊണ്ടുവന്നു. പക്ഷേ മിക്ക ഡിസൈൻസും റിജക്റ്റായിട്ട് ലാസ്റ്റ് ഒരൊറ്റ ഡിസൈനായിരുന്നു അപ്രൂവ് ആയി എന്ന് പറയുന്നത്. അത് മിസ്റ്റർ ഹൊറേസ് ജോൺസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു സീസോ ബ്രിഡ്ജിൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈനായിരുന്നു. അപ്പം മുന്നത്തെ ഡിസൈനെക്കാട്ടിയും അതിൻ്റെ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോഴത്തെ ടവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടവർ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡാണിത് കേട്ടോ. അപ്പം താഴെ ഫുള്ള് ഗ്ലാസ്സാണ്. ആൾക്കാർ നടന്നു പോകുന്നതും നമുക്ക് വണ്ടി പോകുന്നതും റിവറും എല്ലാം നമുക്കിതിൽ കൂടെ കാണാം. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. പ്രത്യേകിച്ചും ഹൈറ്റൊക്കെ പേടിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല പേടി തന്നെ ആവുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് പോകാൻ തുടങ്ങി. ഈ ടവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയ സമയത്ത് ഈ റിവറിൽ നിന്ന് മുകളിലോട്ട് ഏകദേശം 60 മീറ്റർ വരെ ഒരു സേഫ്റ്റിയും ഇല്ലാണ്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടീം വന്നിട്ട് പണിയെടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ പണിത മിക്ക വർക്കേഴ്സും പിന്നീട് ടൈറ്റാനിക് ഉണ്ടാക്കാൻ സമയത്തും അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇൻഫോർമേഷൻ ലീഫ്ലെറ്റിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് സൈഡ് എത്തി കേട്ടോ. അപ്പുറത്തെ സൈഡിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ മുകളിലും താഴെയും എല്ലായിടത്തും ഗ്ലാസ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമ്മുടെ മുകളിലോട്ട് കാണാനായിട്ട് പറ്റും. ഗ്ലാസിൻ്റെ പുറത്ത് നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ പേടിയാണെങ്കിലും ഫോട്ടോസൊന്നും നമ്മൾ ഒട്ടും കുറച്ചില്ല കേട്ടോ. മാക്സിമം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത് വന്നിട്ട് അവിടെ വെച്ചിരുന്നൊരു വീലാണ്. നമുക്കൊരു പെന്നി ഫോമിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ കിട്ടും. അങ്ങനെ കിങ്നിയും മേടിച്ചോട്ടോ ഒരു ഡിസൈന് ഐ ലവ് ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഡിസൈനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട്. അങ്ങനെ ടവർ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കൂടി എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ബസ് സ്റ്റേഷനിലോട്ടാണ്.
ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബോറോ മാർക്കറ്റാണ്. ബോറോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമുക്ക് എവിടെ തിരിഞ്ഞാലും ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. ഇതാണ് ബോറോ മാർക്കറ്റ്. സത്യം പറഞ്ഞാൽ സൂചി കുത്താൻ പോലും അതിനകത്ത് സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. എങ്ങോട്ട് പോകണം, എന്തോ മേടിക്കണം എന്നൊന്നും നമുക്കറിയത്തില്ല. സ്പൈസസ് ഉണ്ട് കേട്ടോ. പല വെറൈറ്റീസ് ഉള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചൈനീസ് ആയാലും അവരുടെ തന്നെ ആയാലും അങ്ങനെ പല പല ഫ്ലേവേഴ്സിൽ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു സ്ഥലത്തോട്ട് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നതായിട്ട് കണ്ടത്. എന്തിനാണ് അവർ ക്യൂ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എത്തി നോക്കിയപ്പോഴാണ് അതിൻ്റെ സൈഡിൽ കൂടെ സ്ട്രോബെറി കണ്ടത്. പിന്നെ മനസ്സിലായി അവർ ലണ്ടനിലെ നമ്മളെ ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് വീട്ടിലുണ്ടാക്കുമെങ്കിലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ക്യൂ നിന്ന് ഞാൻ മേടിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യം കിങ്ങിണിക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവൾക്കും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു അത്. അവിടെ കുറേ നേരം പിന്നെയും ചുറ്റിയൊക്കെ നടന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് ഈ സ്റ്റെപ്പിലും അവിടെയൊക്കെ ഇരുന്ന് കഴിപ്പുണ്ട്. എൻ്റെ പുറത്ത് കുറേ വൈൻ ഷോപ്പും ബാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, എവരാണെന്നുണ്ടെങ്കിൽ എവിടെ പുറത്തൊക്കെ നിന്നിട്ട് ബിയർ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴായിരുന്നു നമ്മുടെ ഒരു ഷവർമ്മ കട കണ്ടത്. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്നൊരു ചിക്കൻ ഷവർമ്മ. തെറ്റ് പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കിങ്ങിണി അറിയാമല്ലോ, കിങ്ങിണി അവിടെ നിന്ന് മേടിച്ചത് കുറച്ച് ജെല്ലി പോലത്തെ ചോക്ലേറ്റ്സ് ആയിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ട്യൂബ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്യൂബ് കയറി നമ്മൾ റൂമിലോട്ട് എത്തിയായിരുന്നു.